ലക്ഷങ്ങളെ വിലയുള്ള ക്യാമറയാണ് ഇത്. ഏകദേശം 3 ലക്ഷം രൂപയോളം വില ഉണ്ട് ഇതിന്, ഈ ക്യാമറ ഈ ലെൻസിനും. നമ്മളെ ഡെസ്റ്റിനേഷൻ്റെ ലാസ്റ്റ് ഉപ്പൂത്ത് പമ്പാണ് ഇവിടെ, പെട്രോൾ പമ്പ്. അവിടുന്ന് ചാടിക്കാന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. ഞാൻ ഫോട്ടോഗ്രാഫി തുടങ്ങിയ സമയത്ത് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിട്ടില്ല. ഇന്ന സ്ഥലത്ത് ബേർഡ് ഉണ്ട് എന്നോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫിനുള്ള ഒരു സ്ഥലങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാൻ ആളുണ്ടായിട്ടില്ല. ഞാൻ അതിനായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യലും പിന്നെ ഈ ഡെസ്റ്റിനേഷൻ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ ക്ലോസ്ഡൊക്കെ ആയിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നോ. എടാ, ഈ തടാകത്തിലേ ഒരുപാട് വാട്ടർ ബേർഡ്സ് ഉണ്ട്. ഈ മൂർഹന്, അതേപോലെ യൂറേഷ്യൻ കൂട്ടുന്നൊക്കെ ഉള്ള ഒരുപാട്. നേരെ ചിലപ്പോൾ മലയാളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. നമ്മളെ കുളക്കോഴിയൊക്കെ അല്ലേ, കുളക്കോഴിൻ്റെ ഒക്കെ ഒരു രൂപത്തിലുള്ള പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാലേ. ആ കാണുന്നതാണ് യൂറേഷ്യൻ കൂട്ടുന്ന ഒരു ബേർഡ്. അതായത് താറാവിൻ്റെ ഗണത്തിൽ പെട്ടതല്ല, എന്നിരുന്നാലും താറാവിനേക്കാളും നീന്താൻ കഴിവും അതുപോലെ ഊളിയിട്ട് മീൻ പിടിക്കാനൊക്കെ കഴിവുള്ളൊരു പക്ഷിയാണ്. ഈ താറാവിൻ്റെ കാലുകൾക്ക് ഈ കൂട്ടുപാദങ്ങൾ ഏക്കരും. അതായത് അവരെ വിരലുകളെല്ലാം കൂടി നിന്നുകാണ്ട് നീന്താനൊക്കെ കഴിവുള്ളൊരു കഴിവുണ്ട് അവർക്ക്. ജോയിൻ്റ് ഉണ്ടാകും. എന്നാൽ ഇവർക്ക് അങ്ങനെ ഇല്ല. അവർ സാധാ പക്ഷികളെ പോലെ തന്നെ അങ്ങനെ വിരലുകളായിരിക്കും. പക്ഷെ എന്നിരുന്നാലും താറാവിനേക്കാൾ ഇവർ നീന്താനൊക്കെ കഴിവുള്ളൊരു പക്ഷിയാണ് ഇവർക്ക്. ആള് കുറച്ചും കൂടി നന്നായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്നിട്ട് അതിൻ്റെ ഐ ലെവലിൽ നിൽക്കാണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് കണ്ട ഒരു സുഖമില്ല കാണാൻ. നമ്മൾ അതിൻ്റെ ഐ ലെവലിൽ നിന്നാണെങ്കിൽ ഏത് പക്ഷിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് മൃഗമാണെങ്കിലും അതിൻ്റെ ഐ ലെവലിൽ നിന്ന് കണ്ട് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി കിട്ടും. ഈ ബേർഡിൻ്റെ പേരാണ് യൂറോപ്യൻ സ്റ്റോൺ ചാറ്റ്. മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതാണ് ഇങ്ങോട്ട്. ഇതിൻ്റെ പേരെന്താ അറിയോ? എന്ത് പേര്? ആഫ്രിക്കൻ സ്പാരോ. എന്നാ നമ്മൾ ഹൗസ് സ്പാരോ കണ്ടില്ലേ, അതിൻ്റെ ഗണത്തിൽപ്പെട്ടാണ് ഇത് ആഫ്രിക്കൻ സ്പാരോ. ഇതൊക്കെ ഇപ്പോൾ ഈ സീസൺ ആയതുകൊണ്ട് ഇങ്ങനത്തെ ക്ലൈമറ്റ് ആകുമ്പോൾ ഇങ്ങോട്ട് ഒരു മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഇത്ര ദൂരം പറന്നു വരേ? ഞാൻ നേരത്തെ പറഞ്ഞില്ല ടേണിൻ്റെ കാര്യം. 70,000 കിലോമീറ്റർ പറന്ന് വരുന്ന ടേണാണത്. അതുപോലെ പറന്ന് വരുന്ന സംഭവമാണ്. ഓരോ സീസൺ ആകുമ്പോൾ ഇനി ഇവിടുത്തെ തണുപ്പുകാല സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് പോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ തണുപ്പാണ് നല്ല ക്ലൈമറ്റ്. ഏറ്റവും കൂടുതൽ തണുപ്പിൽ ജീവിക്കുന്ന പക്ഷികളുണ്ട്, അതുപോലെ തന്നെ ചൂടിൽ ജീവിക്കുന്ന പക്ഷികളുണ്ട്. അപ്പോൾ ഈ തണുപ്പിൽ ജീവിക്കുന്ന പക്ഷികൾ ഒരു നിൽക്കുന്ന സ്ഥലത്ത് തണുപ്പ് മാറുമ്പോൾ അപ്പുറത്ത് തണുപ്പുള്ള സ്ഥലത്തേക്ക് അതിനാണ് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത് അല്ലേ. ഭക്ഷണം തേടി പോകണം അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. ഭക്ഷണം ഒരു മെയിൻ തന്നെയാണ്. ഭക്ഷണമാണ് ഇവർക്ക് വേണ്ടത്. ഭക്ഷണം തേടി പോവുക. ക്ലൈമറ്റ് മാത്രമല്ല അതല്ല. നമ്മളിപ്പോൾ ഇതിൽ കൂടെ പോവുകയാണെന്ന് വിചാരിച്ചോ, ജസ്റ്റ് അതിന് വാച്ച് ചെയ്യാതെ പോവുകയാണെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിനെ വാച്ച് ചെയ്തെന്ന് കണ്ട ആ സ്പോട്ടിൽ അത് പറന്നു പോകും. കാരണം നമ്മളതിനെ ആക്രമിക്കാൻ വരികയാണെന്നാണ് അതിൻ്റെ വിചാരം. ഈ കണ്ട വേർഡില്ലേ, നമ്മുടെ മലപ്പുറം ഏരിയയിൽ അതിനൊരു പേരുണ്ട്, പറമ്പത്തജ്ജൻ എന്നൊരു പേരുണ്ട്. അത് ഉള്ളതാണോന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. ഇതിനൊരു വിശ്വാസമുണ്ട്, അത് അന്ധവിശ്വാസമാണ്. അതിൻ്റെ കാല് മേലേക്ക് ആക്കിയിട്ടാണ് അത് കിടന്നുറങ്ങുക എന്നുള്ളൊരു അന്ധവിശ്വാസം. എന്താ ചോദിച്ചപ്പോൾ ആകാശം പൊളിഞ്ഞു പോകുമ്പോൾ അതിന് താങ്ങി നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കിടക്കുന്നത്. പക്ഷെ അതങ്ങനെ ഒന്നും ഇല്ല. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ അങ്ങനെയല്ല. സാധാ ബേർഡ്സ് എങ്ങനെയാണോ ഉറങ്ങുന്നത് അതേപോലെ തന്നെയാണ് അതും കിടന്നുറങ്ങുന്നത്. ഇതിനെപ്പറ്റി ആരും അപവാദം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാനിങ്ങനത്തെ സംഭവം പോയില്ലേ, സമാധാനമായില്ല എനിക്ക്. നമ്മൾ നേരത്തെ കണ്ട പറമ്പത്തഞ്ചനാണ്. എന്തായിട്ട് ഇപ്പം പറമ്പത്തഞ്ചൻ നമ്മളെ നാട്ടിലെ ഒരൊറ്റ പേര്. അപ്പം അതിലേ ഈ ഫോട്ടോഗ്രാഫി എൻ്റെ ഒരു പാഷനാണെന്ന് എപ്പോഴും മനസ്സിലാക്കി. അതായത് കുറേ കാലം മുന്നേ തന്നെ എനിക്ക് ഫോട്ടോഗ്രാഫിനോട് ഉള്ള ഇഷ്ടം ഉണ്ടായിരുന്നു. ഞാൻ അന്നൊക്കെ മൊബൈലിലായിരുന്നു ഞാൻ ഫോട്ടോ എടുത്തിരുന്നത്. പിന്നീട് ആ മൊബൈലിൽ തന്നെ എടുക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഒരു പാഷൻ ഇതാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. അത് പിന്നെയാണ് ഞാൻ ക്യാമറയ്ക്ക് ഞാൻ അപ്ഗ്രേഡ് തുടങ്ങിയത്. ക്യാമറ ആണെങ്കിലും ഞാൻ എഡിറ്റിങ്ങിലാണെങ്കിലൊക്കെ പിന്നീട് ഇതിങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് ഓരോന്ന് തുടങ്ങിയപ്പോൾ എനിക്കിത് മനസ്സിലായി എന്താണ് എൻ്റെ പാഷൻ എന്നുള്ളത്. അതായത് ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ അതിലേക്ക് ചെന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യലും ടൈം ഇൻവെസ്റ്റ് ചെയ്യലൊക്കെ തുടങ്ങിയപ്പോൾ അതെ ഇതാണെന്ന് എനിക്ക് മനസ്സിലായത് പാഷനാണ്. കാരണം ലക്ഷങ്ങളെ വിലയുള്ള ക്യാമറയാണിത്. ഏകദേശം 3 ലക്ഷം രൂപയോളം വില ഉണ്ട് ഇതിന്, ഈ ക്യാമറ ഈ ലെൻസിനും. ഇപ്പോൾ ഈ കാണുന്ന ബേർഡ് ഉണ്ടല്ലോ, അത് സ്പാരോ ആണ്. ഇതൊക്കെ കോമൺ ബേർഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ പ്രത്യേക ഫ്രെയിമിലൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ വേറെ ഭംഗി തന്നെയാണ്. ഏത് കോമൺ ബേർഡ് ആണെങ്കിലും നല്ല രസത്തിൽ നല്ല സൂര്യോദയൻ്റെ സമയത്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ കിളിയും അതെ അതിൻ്റെ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യല്ലേ, അതെ അത് ചെയ്യണ ആക്ടിവിറ്റീസൊക്കെ
ഇത് അത് ഏതാ വേണ്ട അറിയോ? ഈ ശരിക്കും ബേർഡിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ആക്ഷൻ എന്താ, അല്ലെങ്കിൽ ഒരു പറക്കണതോ? അതെ, ഇവരെ ആക്ഷൻ തന്നെയാണ്. ആക്ഷൻ ഷോട്ട് എടുക്കാനായിട്ട് നടക്കുന്ന കുറേ ടീംസ് ഉണ്ട്. പറക്കണല്ലേ? ചിറകൊക്കെ വിരിച്ച് പറക്കുന്ന ബേർഡ്സ് എന്തും, അതൊക്കെയാണ് പ്രത്യേക അവരെ ഭംഗി. അത് ഈ സൂര്യ സമയത്തൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഗംഭീരമാകും.